ഹലോ. നമ്മളിൽ പലരും പലയിടത്തു നിന്നും പല ആൾക്കാരിൽ നിന്നും നേരിട്ടൊരു കാര്യം ഉണ്ടാവും. എന്താണെന്നറിയോ? ബോഡി ഷേമിങ്. കുറച്ചൊന്ന് തടിച്ച അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആൾക്കാർ ആദ്യം ചോദിക്കുന്നത്, എന്തുവാ കൊച്ചേ, നിനക്ക് നിൻ്റെ വീട്ടുകാരൊന്നും തിന്നാൻ തരാറില്ലേ, നീ ഒന്നും കഴിക്കാറില്ലേ, നീ എന്തുവാ ഇങ്ങനെ നീർക്കോലി പോലെ ഇരിക്കണേ, അല്ലെങ്കിൽ തോട്ടി പോലെ ഇരിക്കണേ എന്നായിരിക്കും. അതുപോലെ ഒന്ന് തടിച്ചൊരു പെങ്കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ, നീ 24 മണിക്കൂറും തീറ്റയാണോ പരിപാടി, തീറ്റ ഒന്ന് കുറയ്ക്ക്, ഈ തിന്ന് 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 തടി വെച്ച് എങ്ങോട്ടായി പോണേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് വരും, ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം അങ്ങ് തുടങ്ങും അല്ലേ? എത്ര പേര് ഇതുപോലെ കേട്ടിട്ടുണ്ടാവും? ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ അവർ പറയുന്നതൊക്കെ സഹിച്ച് കരഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തി ഏതേലും ഒരു മൂലയിലിരിക്കും. ഈ പറയുന്ന ആൾക്കാരോട് പ്രതികരിക്കാൻ പറ്റാത്തത് എന്താ? ആ ശരീരം കൊണ്ട് നടക്കുന്ന നമുക്കോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ വീട്ടുകാർക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോ ഇല്ലാത്തൊരു പ്രശ്നം ഇത് നാട്ടുകാരായ ആൾക്കാർക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മെലിഞ്ഞിരിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഈ ഒരു ശരീരത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ എനിക്ക് നാട്ടുകാരുടെ ഒരു ഒപ്പീനിയൻ്റെ ആവശ്യമില്ല. പക്ഷേ അവരോട് നമ്മളിത് തുറന്ന് പറയത്തില്ല. വൈ? നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഹേർട്ടാവോ, അല്ലെങ്കിൽ നമ്മളെ അവർ അഹങ്കാരി അല്ലെങ്കിൽ തൻ്റെടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കാണുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ അവർ മോശമായിട്ട് ചിന്തിക്കുമോ എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാകും. എടോ, നമ്മുടെ ശരീരമാണ്, അവിടെ നാട്ടുകാരും വീട്ടുകാരും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ഒരാൾ ഇങ്ങനൊരു കമൻറ്റ് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം പറയുമ്പോൾ അവിടെ റിയാക്ട് ചെയ്യണം. അവരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണം. എനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാണെന്നുള്ളത് നമ്മൾ തുറന്ന് ചോദിക്കാനുള്ള ധൈര്യം കാണിക്കണം. പക്ഷേ പല പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളും അത് കാണിക്കാറില്ല. കാരണം സമൂഹം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചിന്തിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ആ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ് എന്ന തോന്നൽ നമ്മളെ പിന്നോട്ട് വലിക്കും അല്ലേ? ചിലപ്പോൾ ഒരു വ്യക്തി മെലിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ തടിച്ചിരിക്കുന്നത് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചായിരിക്കും. അതായത് എൻ്റെ അമ്മ മെലിഞ്ഞിട്ടാണ്, ബേസിക്കലി ഞാനും മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തടിച്ച ആൾക്കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ജനറ്റിക്കിൽ വളർന്ന ആൾക്കാർ തടിച്ചിരിക്കും. അതല്ലെങ്കിൽ വല്ല തൈറോയിഡിൻ്റെ അസുഖം, അതല്ലെങ്കിൽ വേറെ വല്ലതൊക്കെ, ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തടിച്ചിട്ടും മെലിഞ്ഞിട്ടും ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ല, പക്ഷെ നമുക്കറിയാം. സോ നമ്മൾ ഇതൊക്കെ അവരോട് പറയേണ്ട ആവശ്യമില്ല. മറിച്ച് എനിക്കതിൽ കുഴപ്പമില്ല, ഞാനിങ്ങനെ പോകുന്നതിൽ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം. പിന്നെ ഇതുപോലെ കമൻറ്റ് പറയുന്ന ആൾക്കാരോട്, നിങ്ങൾക്കത് ജസ്റ്റ് ഒരു നേരം പോക്കായിരിക്കും. അതോ അല്ലെങ്കിൽ കാണുമ്പോൾ ഉള്ള ഒരു പരിചയത്തിൻ്റെ പേരിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ജസ്റ്റ് നിസ്സാരമായ ഒരു കാര്യമായിരിക്കാം. പക്ഷേ അത് കേൾക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് അത് ഏത് രീതിയിൽ ഫീൽ ചെയ്യുന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം നിങ്ങൾ ഈ കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. സോ ചുമ്മാ ഒരാളെ പോയിട്ട് നീ എന്തുവാ കൊച്ചി ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കുക. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഡ്രാമ ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതായിരിക്കും. അതുകൊണ്ട് പ്ലീസ് ഒന്ന് ചിന്തിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ശരി എന്നാൽ, ടാറ്റാ.